ഇതും ചർച്ചയിലേക്ക് റഹീം, ഇത് ഞാൻ പറഞ്ഞല്ലോ, ജോൺസൺ എബ്രഹാമിൻ്റെ അടക്കം നിർദ്ദേശമുണ്ടായിരുന്നതാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ എന്നതടക്കമുള്ള വിഷയം ഇതിൽ ഉൾപ്പെടുത്തണം എന്ന്. ഈ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു, ഈ ട്രസ്റ്റിൽ അട്ടിമറി ഉണ്ടായിരിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ തന്നെ ഉള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതിലേക്ക് എത്താവുന്ന ചർച്ചകൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ചർച്ചകളുടെ തുടർച്ചയായി ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇതിനെ ഭൂസമരമാക്കി മാറ്റരുത്, ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് സാധ്യതയുണ്ട്, വിദ്യാർത്ഥികളുടെ സമരം വേറെയാണ് എന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടി മറുപടി വേണം. വിദ്യാർത്ഥികളാരും ഇങ്ങനൊരു മുദ്രാവാക്യം വെച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഇത് ഒടുവിലത്തെ ഘട്ടത്തിൽ ഇത് കൂട്ടിച്ചേർത്താണ്. ആരാ കൂട്ടിച്ചേർത്ത? ഇവർ ഏകപക്ഷീയമാണ്. ഞാൻ ചോദിക്കട്ടെ, അത് സാധ്യമാണോ? ഇവിടെ ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്? ഇവർ വില കൊടുത്ത് വാങ്ങിയതാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. ഇവർ വില കൊടുത്ത് വാങ്ങിയതാണ്. 85-ൽ കെക്കർനാഗരുടെ കാലത്താണ് പൊന്നമ്പിലേക്ക് പതിച്ചു കൊടുത്തത്. 1 രൂപ പോലും കൊടുക്കാതെ ഭൂമി പതിച്ചു കൊടുത്ത എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അവരുടെ ഭൂമിയെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? അപ്പോൾ ഇത് മിണ്ടിയാൽ അതും ആവില്ലേ? അത് കേരളത്തിൽ സാധ്യമാണോ? ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കി സർക്കാരിനെ കൊണ്ട് കുഴിയിൽ ചാടിക്കാനും പ്രതിസന്ധിയിലാക്കാനുമുള്ള ബോധപൂർവമായ രാഷ്ട്രീയ നീക്കമാണ് ഇവർ നടത്തുന്നത്. അതേസമയം കുട്ടികളുടെ താല്പര്യം അതല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിത് ചർച്ചയിൽ പറയാം. ഇവിടെ ചർച്ചയിലേക്ക് വന്നൊരു കുട്ടിയുണ്ട്. അവളുടെ കൂടെ പേര് ടെസ്ലി ജോൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കുട്ടിയുടെ പേരാണ്. അവൾ 2 ഓഡിയോ ക്ലിപ്പിംഗ് ഞങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. എന്നിട്ട് പറഞ്ഞു, അടുത്തൊരു ഓഡിയോ ക്ലിപ്പിംഗ് നിങ്ങളെ ഞങ്ങൾ കേൾപ്പിക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ കാര്യം? അത് ഇതിൻ്റെ ഭൂമിയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. അത് ഞങ്ങൾ ചോദിച്ചാൽ എന്താ കേൾപ്പിക്കാത്തത്? അത് എൻ്റെ കൺസേൺ അല്ല, ഞങ്ങളുടെ കൺസേൺ അല്ല. കുട്ടി ആ ഓഡിയോ ക്ലിപ്പിംഗാണ് നിങ്ങൾ തന്നെ പുറത്തുവിട്ട, പിന്നീട് പുറത്തുവിട്ട ആ വാർഡന്മാരുടെ ഓഡിയോ ക്ലിപ്പിംഗ്. വേറൊന്നും ആ കുട്ടി കാണിച്ചത് എന്താ? ആ കുട്ടിയുടെയും വിദ്യാർത്ഥിനികളുടെയും കൺസേൺ എന്ന് പറയുന്നത് രക്ഷകർത്താക്കളുടെ കൺസേൺ. അവിടെ ഒരു ദിവസം നേരത്തെ അധ്യയനം ആരംഭിക്കണമെന്നുള്ളതാണ്. ഇന്റേണലാണ്. ഇത് രമേശ് ചെന്നിത്തലയുടെയും ഈ VM സുധീരന്റെയും CPIയുടെ നേതാക്കളും BJPയും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് പൊളിറ്റിക്കൽ മുദ്രാവാക്യം എടുത്താൽ ആ രാഷ്ട്രീയ നാടകത്തിനൊപ്പം ആടാൻ സിദ്ധിക്കാൻ പറ്റില്ല. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ CPIക്കെതിരെ വെറുതെ ഞങ്ങളുടെ പാർട്ടിയുടെയോ AISFന്റെയോ AIBFന്റെയോ അഭിപ്രായം പറയുന്നത് ആരോടെങ്കിലും കൂട്ടിച്ചേർത്ത് പറയുന്നത് ശരിയാണ്. ഒരു സംഘടന ഒരു വാദം ഉന്നയിച്ചാൽ ഒരു സംഘടനയുടെ അഭിപ്രായം പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സംഘടന രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണമാണ്. ഭൂസമരമായി ഇതിനെ മാറ്റരുതെന്നും ഈ ഭൂമി എന്ന ആവശ്യം CPI ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. ഇങ്ങനെ ഒരു ആരോപണം ഈ സമരം തുടങ്ങിയതിനു ശേഷം ഭൂമിയുമായി ബന്ധപ്പെട്ട ആരോപണം മാത്രമാണോ ഉള്ളത്? ആരോപണങ്ങൾ ഒരുപാട് ഘോഷയാത്രകളും സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എങ്ങനെ കഴിയും എന്ന് കൂടി വിലയിരുത്തിക്കൊണ്ട് വേണമല്ലോ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടന ആ നിലയ്ക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ. ആ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉള്ളത് കൊണ്ടല്ലേ ഉത്തരവാദിത്വപൂർവ്വം അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടുള്ളത്. അതിന് നടപടി എടുക്കണം. എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സൂചിപ്പിച്ച NSSന് ഭൂമി മേടിച്ചു കൊടുത്തിട്ടുണ്ട്, SNDPക്ക് ഭൂമി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തിലേക്കാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അങ്ങനെയാണോ നമ്മൾ പോകേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സാങ്കേതികത്വം എല്ലാം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഇവർക്കെതിരെ ക്രിമിനലായും കേസെടുക്കാൻ വേണ്ടി സിവിലായും കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഒരു സമരസമിതിയോ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇപ്പോഴും ഈ ഗവൺമെന്റിനെ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ ഗവൺമെന്റ് ഇടപെട്ടാൽ, ഈ ഇവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നതിനെ ഇത് ബഹുമാനപ്പെട്ട റഹീം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവിടുത്തെ പല കാര്യങ്ങളും പറയുന്നത്. ഒന്ന്, പിണറായി സഖാവ് കേരളം ഭരിക്കുന്ന ആർജവം കൊണ്ടാണ് ഇപ്പോൾ അവിടെ അക്കാഡമിയിൽ ഇത്തരത്തിലൊരു സമിതി പോലും പോയതും പിണറായി സർക്കാരിന്റെ ഒരു സംവിധാനമായിട്ടാണ് വന്നത്. പിണറായി സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായത്. അതുകൊണ്ടാണ് അവിടെ സ്വാഭാവികം അഭിനന്ദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു സ്വാശ്രയ മേഖല
മേഖലയിലെ വിദ്യാലയങ്ങളെ ഞങ്ങൾ അങ്ങ് കേരളത്തിൽ അങ്ങ് നിയന്ത്രിച്ച് കളയുമെന്ന്. പക്ഷേ നമുക്ക് വിപുലമായി പോകേണ്ട ഈ രാഷ്ട്രീയമായ ഞാൻ ഒരൊറ്റ കാര്യമുണ്ട് ഒരൊറ്റ കാര്യമുണ്ട് രാഷ്ട്രീയമായ ചൂഷണം എന്നത് അത് വേറൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ആ പരാമർശം ഒരുപക്ഷെ ഈ അപ്പാറാവുവിനെ മാറ്റിയിട്ടില്ല, ചൗഹാനെ മാറ്റിയിട്ടില്ല, ഇവരെ ഒന്നും മാറ്റാത്തപ്പോൾ ഇവിടുത്തെ ലക്ഷ്മി നായരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP അവിടെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താവണം അതിനെ ഒരു രാഷ്ട്രീയ സാഹചര്യമെന്ന് കോടിയേരി വിലയിരുത്തുന്നത്. അതുകൊണ്ട് ആ ചർച്ചയിലേക്ക് നമുക്ക് പിന്നീട് വരാം. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിന് സാധ്യത ഉണ്ടാകുമെന്നും കരുതാം. അവസാനമായി എങ്ങനെയാണ് ഈ ഒരു സമരം അവസാനിക്കുമെന്നും ഈ ഒരു വിവാദം അവസാനിക്കുമെന്നും പ്രതീക്ഷിക്കുന്നത്? ഞാനത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ റഹീം പറയുന്നു ഇങ്ങനെ ഒരു കാരണവശാലും പ്രിൻസിപ്പലിനെ ആർക്കും മാറ്റാൻ സാധിക്കില്ല, മാനേജ്മെന്റ് മാത്രമേ സാധിക്കുള്ളൂ. മാറ്റിയിട്ടില്ല. ഞാൻ പറയട്ടെ, സുബേഷ്, കൃഷ്ണകുമാർ, ശ്രീമതി പാർവതി, ഇനി